ആരടാ എന്റെ എളാമാന്റെ മോൻക്ക് പൈസ കൊടുത്ത തെളിവ് കാണിക്കും? നീ ആരടാ നാറി? നിന്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യം എന്താടാ എനിക്ക്? നിന്റെ അടുത്ത് തെളിവ് കാണിക്കും? നിന്നെ എന്നെ ചെറ്റ അറ് ചെറ്റ. നിന്നെ ആ നെല്ലിക്കാട് നാട്ട് വെറുത്ത് നടക്കുന്ന നാടാണ് നെല്ലിക്കാട് നാട്ടില്. എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിമാരും എൻ്റെ മാമന്റെ മക്കളും എൻ്റെ മാമി അമ്മ എല്ലാവരും അറ് ചെറ്റാന്ന് പറഞ്ഞ കഞ്ചാവടിയനെ ഒരാൾക്കും ഇഷ്ടമല്ല അവിടെ. ആ കഞ്ചാവടീനെ ഒരുത്തനും ഇഷ്ടമല്ല. എല്ലാവരും അവനെ വെറുത്ത് ആ നാട്ടിലെ മക്കളെ എന്താ പറയാ, ഓരോ ചെറിയ മക്കളുടെ കയ്യിലും കഞ്ചാവ് കൊടുത്തിട്ട് വലിപ്പിക്കണാണ് അവൻ. അത്തരം നാറിനെ ആ നാട്ടുകാർ വെറുത്ത് പോയിരിക്കാണ്. ആ നാട്ടിൽ നിന്ന് അടിച്ചോട്ടിക്കാനും വഴിയില്ല. കളപ്പാന്നി താന്തനെയും കൊന്നു. ഇനി ഒരു തള്ളുണ്ട്, 2 പെങ്ങന്മാരും ഉണ്ട്. ആ തള്ളനെ അടുത്ത് ആ നായി കൊല്ലും. ആ തള്ളനെ അടുത്ത് ആ നാറി കൊല്ലും. ഇപ്പൊ ഇറങ്ങിയിരിക്കും അവന്റെ ഉമ്മാനെ കെട്ടിക്കാൻ എൻ്റെ അനിയനിക്ക് കൊടുത്ത പൈസ അവനിക്ക് തെളിവാണ് ഇത്ര നാറി. തെളിവ് നിനക്ക് ഞാൻ തരാടാ. ഷാജിയേട്ടൻ ഏജന്റ് ചത്തിട്ടൊന്നും ഇല്ലല്ലോ, ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലെ? ആ നാറി ഫോണ് ഓഫാക്കി വെച്ചാൽ ആ നാറി ചത്തിട്ടില്ലല്ലോ. ആ നാറി അവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. 2-3 എണ്ണത്തിന് കൊണ്ടുപോയതാണല്ലോ അല്ലെ? നിനക്ക് ഞാൻ തെളിവ് ഞാൻ കാണിച്ചു തരടാ നാറിയെ. നിനക്ക് ഞാൻ തെളിവ് കാണിച്ചു തരടാ നാറിയെ. ഇതറ മൈര, ഇതറ കാണടാ. നീ 15,000 ഫസ്റ്റ് അയച്ചു കൊടുത്തിട്ടാ മൈര. കാണിത് നീ ഫുള്ള് നീ കാണിതാ. 3,500 അയച്ചു കൊടുത്തു. 2 പ്രാവശ്യം 3,500. 15,000. ദാ കാണട നാറിയെ, കാണടാ. ഷാജി, ഇതാ ഷാജി കൃഷ്ണ, ഷാജി മോൻ അയച്ചു കൊടുത്ത പൈസയുടെ നാറിയെ. നീ എവിടെടാ? നീ എന്ത് മൈരാട് നീ എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കണ? കള്ളപ്പാന്നി നായിന്റെ മോനെ, നീ എൻ്റെ അടുത്ത് പൈസ കണക്ക് വയ്ക്കാൻ ആരാടാ നായി? നീ ആയടാ? നീ 1 ഉറുപ്പ്യ നിന്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടാ നാറി? ചത്ത് ജീവിക്കണേ നീ കൊടുത്തിട്ടാ? തന്തനെ കൊന്നോനെ, തന്തനെ കൊന്ന് ജീവിക്കാൻ നാറി. നീ 1 ഉറുപ്പ്യ നിന്റെ കൂട്ടുകാരനും ചായ കുടിക്കാനും ആ മൈരന് പൈസ ഉണ്ടാക്കുമ്പോ ഒക്കെ നീ പോയി ചായയും പൊറോട്ടയും നിന്റെ കഞ്ചാവ് അടിക്കാനും അവൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ട് എൻ്റെ അളാമാക്കില്ല കൊടുക്കണവും കൂടി ഇല്ലാണ്ടാക്കിയിട്ട് നാറി. നീ എന്താണ് ചെറ്റ നാറി? എൻ്റെ 2 അനിയന്മാരെ നീ ഇല്ലാണ്ടാക്കിയിട്ട് കഞ്ചാവടിയാ ആ നാട്ടിലുള്ള കുട്ടികളൊക്കെ നശിപ്പിക്കണ നാറിയാണ് അവന്. ആ നാട്ടുകാർ തല്ലി കൊന്നില്ലെങ്കിൽ വേറെ നാട്ടുകാർ വന്ന് തല്ലിയാണ് കൊല്ലും ആ നാറിനെ. അത്രയും ചേറ്റനെ കള്ളപ്പന്നി നീ എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കണടാ നായിന്റെ മോനെ. നീ എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കണടാ കള്ളപ്പന്നി. നിനക്ക് തെളിവ് ചെകിട് അടച്ചു തരാടാ നാറി. ഞാൻ അവിടെ വന്നിട്ട് നിന്റെ ചെകിട് അടിച്ചാണ്ട് തരാടാ മൈര. നിനക്ക് തെളിവ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാടാ പന്നി, കള്ളപ്പന്നി. നീ എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കണടാ പന്നി. എൻ്റെ എനിക്ക് കൊടുത്ത പൈസ എനിക്കറിയട കണക്ക്. മൈര എനിക്ക് ഡ്രസ്സ് കൊടുത്ത ഞാനാണ്. ചെരുപ്പ് അവനിക്ക് ജെട്ടി അടക്കം വാങ്ങിച്ചു കൊടുത്ത ഞാനാടാ. ഇടാൻ ജെട്ടി ഇല്ലാണ്ട് അതടക്കം ഞാൻ മേടിച്ചു കൊടുത്തത് ഞാനാടാ നാറി. നീ എന്ത് ഇതാടാ നീ കൊടുത്തത് നായെ? നീ എന്താടാ നീ അവിടെ കൊടുത്തത് അവനിക്ക്? എന്നിട്ട് നീ എൻ്റെ അടുത്ത് തെളിവ് കൊണ്ട് വരാ. നീ ഓരോ ദിവസം എന്നെ കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കി നീ വീഡിയോ ഇട്ടു. നിന്റെ ആ ഫോണില്ലാണ്ടാക്കും, നിന്റെ ആ ചാനൽ ഞാൻ പൂട്ടിക്കാൻ പോവാണ്. നീ എന്നെ വെച്ച് ഒരുത്തൻ ഇവന്റെ കൂടെ നടന്നവരെയൊക്കെ നശിച്ചു പോയിട്ടുള്ളൂ. അവനെ ഇരുട്ടടി കൊടുത്തിട്ട് വേറെ നേരിട്ട് ചെക്കന്മാരെ അടിച്ചിട്ട് കണ്ണും കയ്യും കാലൊക്കെ ഒടിച്ചു വിട്ടതാണ് കള്ളപ്പന്നിനെ. ഏത് സമയം കഞ്ചാവടിയനാണ്. ഏത് സമയം എന്താ പറയാ 4 കാലിൽ നിൽക്കണ കഞ്ചാവ് അടിച്ച് മപ്പടിച്ച് നിൽക്കണ നാറി. നിന്റെ തള്ളനെ നിന്റെ പെങ്ങന്മാരെ നീ അന്തസ്സായി നോക്കട കള്ള നായിന്റെ മോനെ. എന്നിട്ട് നീ വർത്താനം പറയട കള്ളപ്പന്നി. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞിട്ട് നിന്റെ തന്ത 3-ാം മക്കൻ ചത്തൊടുങ്ങിയില്ലടാ കള്ളപ്പന്നി, ചത്തൊടുങ്ങിയില്ലടാ. എന്നിട്ട് നീ എനിക്കുണ്ടാക്കാൻ വരടാ പന്നി, എനിക്കുണ്ടാക്കാൻ വരടാ. എൻ്റെ അനിയന്മാരനെയൊക്കെ നശിപ്പിച്ച് നീ നാറാണക്കല്ല എടുത്തിട്ട് നീ എൻ്റെ ഉമ്മാനെ എൻ്റെ അനിയത്തിമാരെയും പറയാം നീ ആരടാ മൈര? നീ ആരടാ? എൻ്റെ ഉമ്മാനെ എൻ്റെ അനിയത്തിമാരെ പറയാം നീ ആരടാ? എൻ്റെ പെറ്റ തള്ള എൻ്റെ സഹോദരിമാർ എൻ്റെ കൂടെ ജനിച്ച ആൾക്കാരാണ്. ഞങ്ങൾ തല്ലൂടും തെറ്റും മുണ്ടും അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നിന്റെ അമ്മായിമാരുടെ അടുത്ത് നീ ഏത് സമയം തല്ലാണല്ലോ. നിന്റെ തന്ത ചാവണതിന് മുന്നേ ഏത് സമയം നിന്റെ തള്ളനെ അമ്പോന്ന് മാട്ടുമാരനും ചെയ്യണത് നിന്റെ അമ്മായിമാരെ നീ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അമ്മായിമാരുടെ മക്കൾക്കും എവിടെ ചെറ്റേ നിന്റെ ചെറ്റേ നിന്റെ കുടുംബം കൊള്ളം തോണ്ടറ മൈര. ഞാൻ നിന്റെ കുടുംബല്ലേ കൊള്ളം തോണ്ടി ഇങ്ങോട്ട് എടുക്കും ഞാൻ. നിന്റെ കുറെ അമ്മായിമാരുണ്ടല്ലോ, 2, 3, 4 ഒന്ന് ചത്തു. ഒരമ്മായി ചത്തു. അതിനെ തിന്ന് വെള്ളം കുടിച്ച് അതൊന്ന് ചത്തു. ഇനി വേറെ 3 എണ്ണം ഉണ്ട്. അവളുമാരനെയൊക്കെ ഈ ആകെ 4-5 പെങ്ങന്മാർക്ക് ഒരേ ഒരു ആങ്ങളുടെ ഒരേ ഒരു തലതെറിച്ച വിത്താണിത്. കള്ളപ്പന്നി അവിടെ അടിച്ചു കൊല്ലാൻ ആളില്ലണ്ട. അടി കിട്ടി, എത്രയോ അടി കിട്ടി. ചാവണേന് മുന്നേ ആ തന്തയ്ക്കും കുറെ അടി മേടിച്ചു കൊടുത്തു നാറി. തന്ത ചാവണേന് മുന്നേ തന്തയ്ക്ക് കുറെ അടി കിട്ടിയിട്ടുണ്ട്. മകൻ അവിടെ തല്ലുണ്ടാക്കുക, തന്ത പോയി മുന്നിൽ നിൽക്കുക, തന്തയ്ക്ക് അടി കിട്ടുക. അങ്ങനെ തല്ലിയിട്ട് ആ തന്ത ചത്തു ഒടുങ്ങി കഴിഞ്ഞു. ഇപ്പൊ അവ ഇറങ്ങിയിരിക്കും. അവ എന്നെ വെച്ച് പണം ഉണ്ടാക്കാറങ്ങ് കള്ളപ്പന്നി തീട്ടം തന്നെയാണ് പോയിട്ട് നാറി. കഞ്ചാവടിക്കാൻ പൈസ ഇല്ലെങ്കിലേ
നിന്റെ ഉമ്മാനിറക്ക്, നിന്റെ ഉമ്മാക്കല്ലേ, ഉമ്മാക്ക് ആളിനെ വെച്ചുണ്ടാക്കി കൊടുക്ക്, താൻ തല്ലല്ലോ. അപ്പൊ ഇപ്പൊ നല്ല മഴക്കാലാണ്, നല്ല അടിപൊളിയായിട്ട് നിന്റെ ഉമ്മാക്ക് നല്ല നല്ല രീതിയിൽ അപ്പം വെക്കാൻ പറ്റും. അപ്പം വിറ്റിട്ട് നിന്റെ ഉമ്മാന്റെ കാശ് കിട്ടണത് കൊണ്ട് കഞ്ചാവ് അടിക്കണം, കള്ള നായേ, നീ കഞ്ചാവ് അടിക്കണം. നിന്റെ ഉമ്മാനെ നിന്റെ പെങ്ങന്മാർ 2 പെങ്ങന്മാരുണ്ടല്ലോ, തൃശ്ശൂർ ഒരുത്തിണ്ട്, ലക്കിടി ഒരുത്തിണ്ട്. നിന്റെ റംല, നിന്റെ റംസി പെങ്ങളുണ്ടല്ലോ, ഒളിച്ചോടിയില്ലേ? ഞങ്ങളൊന്നും ഒരുത്തന്റെ കൂടി ഒളിച്ചോടിയിട്ടില്ലടാ. 18 തികണതിന് മുന്നേ ഒളിച്ചോടിയോളല്ലേടാ നിന്റെ പെങ്ങള്. ഒരുത്തന് നിശ്ചയം കഴിഞ്ഞ്, എൻ്റെ അമ്മായിന്റെ മകന്റെ അളിയനിക്ക് നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോ തന്നെ ഫേസ്ബുക്കിലൂടെ വേറൊരുത്തനോട് ചാറ്റ് ചെയ്ത് വേറൊരുത്തൻ്റെ കൂടെ കളിച്ചിട്ട് നിന്റെ പെങ്ങളെ ഒളിച്ചോടിയിട്ട് നീ എന്നോട് പറയണടാ നാറി, നിന്റെ റംസി പെങ്ങളെ ഒളിച്ചോടിയതല്ലടാ. ഇപ്പൊ ജീവിക്കണ ആ ഒളിച്ചോടിയോ കൂടെ അല്ലടാ നീ. ഞങ്ങൾ 3 പെൺകുട്ടികളെ അന്തസ്സായി വളർന്നിട്ടുണ്ട്, അന്തസ്സായി ഞങ്ങളെ കെട്ടിച്ചിട്ടുണ്ട്, അന്തസ്സായി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടാ ചേറ്റെ. നിന്റെ പെങ്ങന്മാരെ പോലെ ഒളിച്ചോടിയിട്ടില്ല. നിന്റെ ഒരു പെങ്ങളുടെ മോള് പന്നി, എന്താ പറയാ, എന്താ പന്നിന്റെ മോറുള്ള ഒരുത്തി ഉണ്ടല്ലോ, ആ അവൾക്കൊന്നും ഈ ജന്മം പെണ്ണിട്ടില്ലടാ. പന്നിന്റെ മോറുള്ള ഒരുത്തി ഉണ്ടല്ലോ, നിന്റെ എന്താ പറയാ, നിന്നെക്കാട്ടി തല തെറിച്ച് വിത്ത് പറഞ്ഞ തല. അവൾ ആണും പെണ്ണും കെട്ട സൈസായിട്ട് നടക്കണത്. നിന്റെ ഒരു എന്താണ് മരുമകളുണ്ടല്ലോ, ആണും പെണ്ണും കെട്ട സൈസ്. നീ എനിക്കിട്ടുണ്ടാക്കണടാ. എന്റെ അനിയന്മാർക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വാങ്ങാൻ അറിയടാ, ഞാൻ വാങ്ങും ചെയ്യടാ. നിനക്ക് തെളിവ് കാണിക്കേണ്ട ആവശ്യമില്ലടാ നാറി, ചേറ്റനാറി. ഞങ്ങളുടെ നാട്ടിൽ വന്ന് കൂടിയിട്ട് നീ എനിക്കിട്ട് നിന്റെ തള്ള ഓടി വന്നതല്ല, ഒളിച്ചോടി വന്നതല്ലടാ. കോട്ടക്കലൊന്നും മറ്റേ കൊണ്ടോട്ടി കോട്ടക്കലൊന്നും ഒളിച്ചോടി വന്നതല്ലടാ. എൻ്റെ കാതർക്കാൻ്റെ കൂടെ, എൻ്റെ കാതർക്ക പണിക്ക് പോയപ്പോൾ അവിടെ അറവിന് പോയപ്പോൾ അയാളുടെ കൂടെ ഒളിച്ചോടി വന്ന നിന്റെ തള്ളന്റെ വില കടന്നു എൻ്റെ ഉമ്മാക്കും എൻ്റെ അനീതിമാർക്കും എൻ്റെ കുടുംബത്തിന് ചരിത്രം ഇല്ലടാ നാറി. അതുപോലെ നിന്റെ എന്താണ് കല്യാണം കഴിയാണ്ട് തന്നെ നിന്റെ അമ്മായി കുട്ടി ഉണ്ടാക്കിയിട്ട് ഗൾഫിൽ നിന്ന് ഓടി വന്നില്ലേ, ആ ചരിത്രമൊന്നും ഞങ്ങൾക്കില്ലടാ. ആ ചരിത്രമൊന്നും ഞങ്ങൾക്കില്ല. നിന്റെ ഉപ്പാന്റെ പെങ്ങള് ഗൾഫിലേക്ക് പണിയെടുക്കാൻ പോയിട്ട് അവിടുന്ന് അറബിന്റെ കുട്ടീനായിട്ട് വന്ന പോലെ ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ലടാ. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലടാ. അതുപോലെ നിന്റെ ചരിത്രം ഇട്ടാലോ നീ തുണിയില്ലാണ്ട് ഓടടാ. നിന്റെ ചെറ്റേ നിന്നെയൊക്കെ പറയണ വാക്കിന്, അവരൊക്കെ വീട്ടിൽ നിന്നെയൊക്കെ പറയണ വാക്കിന് ഞാനാണ് ഇന്നാലും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നുണ്ടോ. നിന്നെയൊക്കെ അവരില്ലേ, നിന്നെ എന്താ പറയാ, അടിയിലിടുന്ന കോണകത്തിന്റെ വിലയിടാ നിന്നെയൊക്കെ കൽപ്പിച്ചിട്ടുള്ളൂ അവര്. എന്നിട്ട് നീ വരെ വർത്താനം പറയുന്നടാ നീ എൻ്റെ അടുത്ത്. നീ എൻ്റെ അടുത്ത് നീ ഉണ്ടാക്കണടാ, നീ എനിക്കിട്ട് ഉണ്ടാക്കണ നീ. എൻ്റെ മാമ എൻ്റെ അടുത്തു കൂടെ വരുവാടാ നിങ്ങളൊക്കെ, എൻ്റെ കുടുംബത്തിന്റെ അടുത്തു കൂടെ വരുവാടാ ചേറ്റ ചെറ്റ നിന്റെ അമ്മായിമാരും നീയും ഒക്കെ ഉള്ളവരൊക്കെ. എവിടെ കടന്ന് കുട്ടികളെ ഉണ്ടാക്കണ അവരല്ലടാ. ഞങ്ങളുടെ കുടുംബ ചരിത്രം പാരമ്പര്യം അങ്ങനെ അല്ലടാ തെറ്റേ, അങ്ങനെ അല്ലടാ. ഞാൻ പേരക്കുട്ടികളും അങ്ങനെ ഉണ്ടായിട്ടില്ല, എൻ്റെ ഉമ്മമാരുടെ മക്കളും അങ്ങനെ ഉണ്ടായിട്ടില്ല. നിന്നെ പോലെ നിന്റെ ഉപ്പുപ്പാന്റെ കുടുംബ ചെറ്റത്തരം ഞങ്ങൾ കാണിച്ചിട്ടില്ല. എവിടെയെങ്കിലും പോവാ, കുട്ടി ഉണ്ടാക്കുക, വരിക, അതിനെ വളർത്തുക, വലുതാക്കുക, അതിനെ കെട്ടിക്കുക, 3 കെട്ട് കെട്ടിക്കുക, 4 കെട്ട് കെട്ടിക്കണ പോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലടാ. നിന്റെ പെങ്ങളിനാടാ, നിന്റെ പെങ്ങളെ കള്ളുടിയാൻ ഒരുത്തൻ കെട്ടിയിട്ടുണ്ടല്ലോ. എന്താണ് ചിരക്ക് പോവാണ്ട് ഒരുത്തന്റെ തലയെ കെട്ടി വെച്ചു, 2 കുട്ടികളായി. അവളെ ആദ്യം അവളിലേക്ക് നോക്കി നല്ല രീതിയിൽ എടുക്കടാ. കാതർക്ക് ഉള്ള വരയ്ക്കും നല്ല രീതിയിൽ ആ പെൺകുട്ടീനെ ബാക്കിയുള്ളവരെ ആ അമ്മായിനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറ്റെ നിനക്ക് പറ്റോടാ, ചെറ്റെ നിന്നെ കൊണ്ട് പറ്റില്ലടാ. കഞ്ചാവടിയാ പറ്റുമോ നിന്നെ കൊണ്ട് പറ്റില്ല. നീ എന്നിട്ട് എനിക്കിട്ട് തെളിവ് വേറുള്ളത് നിനക്ക് ഞാൻ തെളിവ് ഞാൻ കൊണ്ടുവന്നേരാ. നിന്റെ അണ്ണാക്കിലിട്ട് തരാം ഞാൻ നിനക്ക് തെളിവ്. നിന്റെ അണ്ണാക്കിലിട്ടിട്ട് നിനക്ക് ഞാൻ തെളിവ് തരാടാ നാറിയേ. എനിക്ക് ഞാൻ തെളിവല്ലേ വേണ്ടുള്ളൂ, എല്ലാ തെളിവും നിന്റെ അണ്ണാക്കിലിട്ട് തരാം കേട്ടോ ഞാൻ. നീ എന്നിട്ട് എൻ്റെ അനിയത്തിമാര്, എൻ്റെ ഉമ്മാനെ, എൻ്റെ അനിയന്മാരെ കൂട്ടുപിടിച്ചിട്ട് നീ എനിക്കിട്ടുണ്ടാക്കുന്നടാ. ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാവടാ. നീ ആരടാ അതിന്റെ ഇടയിൽ കളിക്കാന്? ഞാനും ഉമ്മയും മകളാണ്, ഞങ്ങൾ സഹോദരിമാരാണ്. ഞങ്ങൾ പണ്ടും തെറ്റും പണ്ടും മുണ്ടലും ഉണ്ട്. അത് ഞങ്ങളുടെ പാടായി. നീ അതിൽ ഇടപെടേണ്ട ആവശ്യം. നീ ചെറ്റ നീ പുറത്ത് വന്നവൻ എന്തിനാണ് ഞങ്ങളുടെ ഇതിൽ ഇടപെടുന്നത്? നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞു ഞങ്ങളുടെ ഇതിൽ ഇടപെടാന്? കുണ്ടാ അപ്പൊ കണ്ടന്റ് നല്ല കിട്ടും. നിന്റെ ഉമ്മ ഉണ്ടല്ലോ, തന്ത എന്തായാലും ചത്ത ഒടുങ്ങിയല്ലോ. നീ എന്തായാലും ആ തള്ളനെ നോക്കാനൊന്നും പോണില്ല. അപ്പൊ നിന്റെ ഉമ്മാൻ്റെ അടുത്ത് ജട്ടി അടിച്ചിട്ട് കാണിക്കാൻ പറയും, അപ്പൊ നല്ല കാശ് കിട്ടും. നിന്റെ പെങ്ങന്മാരടുത്ത് നിന്റെ ഉമ്മാൻ്റെ അടുത്തും കാണിക്കാൻ പറയും, നല്ല കാശാവും നിനക്ക്. നീ എനിക്കിട്ട് ഉണ്ടാക്കണ്ട കേട്ടാ. നീ എനിക്ക് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കിയ നിനക്ക് നല്ലതിനല്ല, നിന്റെ ജീവിത തൊലയും. എനിക്ക് അത്രേ പറയാളൂ. എൻ്റെ പിന്നാലെ നടന്നു പറഞ്ഞാ നീ നാറും. എനിക്കിട്ടുണ്ട് മൈര. ഈ മൈര ഏത് സമയം എനിക്ക് വീഡിയോ കോൾ ആക്കുമായിരുന്നു, എനിക്ക് വിളിക്കായിരുന്നു. ഇവൻ എൻ്റെ ഇക്കുള്ള ടൈമിൽ എപ്പോഴും വിളിക്കായിരുന്നു. ഗൾഫിലാവുമ്പോ ഇവൻ എനിക്ക് എപ്പോഴും വിളിക്കും. നാട്ടിൽ ആർക്കടാ നിന്നെ ഇഷ്ടം നാറിയെ?
ആർക്കെങ്കിലും ഇഷ്ടമാണ്? നിന്റെ തന്തയ്ക്ക് നിന്നെ ഇഷ്ടമുണ്ടോ? എന്താടാ നിന്റെ തന്ത നിന്റെ അടുത്ത് തെറ്റിയിട്ട് നടക്കായിരുന്നല്ലടാ. ആ തന്ത എന്താ പറയാ, അയാള് മരിക്കണവരിക്കും ഈ നാറി സമാധാനം കൊടുത്തിട്ടില്ല. ഈ നാറി അയാൾ മരിക്കണവരിക്കും സമാധാനം പറഞ്ഞ ഒരു വാക്ക് അയാൾക്ക് അറിയില്ല. കാരണം ഇങ്ങനത്തെ ചേറ്റനെയാണ് പെറ്റുകൂട്ടിയിരിക്കുന്നത്. തള്ള ഫുള്ള് സപ്പോർട്ടാണ്. തള്ള ഒരുത്തി കാരണം തന്നെയാണ് അവൻ ഇങ്ങനെ ആയത്. തള്ള ഇവ എന്ത് ഒരു കൊല ചെയ്തിട്ട് വന്നാലും ആ തള്ള ഒന്നും മുണ്ടില്ല. അങ്ങനത്തെ തള്ള ആയതുകൊണ്ടാണ് ഇവ ഇത്രയും നാറിത്തരം കാണിച്ചിട്ട് നടക്കുന്നത്. അറുചെറ്റ അവൻ എനിക്കിട്ട് ഉണ്ടാക്കണവന് തെളിവാണ് അത്ര നായിന്റെ മോന്. തെളിവ് ഞാൻ കാണിച്ചു തരണ, തെളിവ് ഞാൻ കാണിച്ചു തരണ. നാറി തെളിവല്ലേ നിനക്ക് വേണ്ടത്? എൻ്റെ അടുത്ത് ഇല്ലാത്ത തെളിവാ. ഷാജി തെളിവില്ലാണ്ടും സാക്ഷി ഇല്ലാണ്ടും ഒരുത്തന്നെ ഒരു പൈസയും കൊടുക്കില്ലടാ. ഒരു ഉറുപ്പ്യ ഷാജി കൊടുക്കില്ലടാ. ഞാൻ ഒരുക്കി ഉണ്ടാക്കണ പൈസടാ നാറി. ഷാജിന്റെ അടുത്ത് തെളിവേ ഷാജിതല്ല, പണ്ട് മുതലേ തെളിവ് ഷാജിതാ. ഇതാ കണക്കുകൾ ഷാജി എപ്പോഴും എഴുതി വെക്കണം നാറിയെ. എപ്പോഴും ഷാജി ഡേറ്റ് ഇട്ടിട്ട് അപ്പപ്പ നടക്കുന്ന കാര്യങ്ങൾ ഷാജി നോട്ട് ബുക്കിലാ ഡയറിയിലാ അപ്പപ്പ എഴുതി വെക്കണം നാറിയെ. ഇതാണ് ഷാജിന്റെ പണ്ട് മുതലേ ഉള്ള കണക്ക്. ഇതാ എന്റെ നോട്ട് ബുക്കാണ്. ഇത് കീറി പഞ്ചറായിക്കണം. ഇത് കഴിയാണ്. ഇതൊക്കെ എൻ്റെ ഇക്ക എനിക്ക് തരുന്ന പൈസ, ഇക്കാക്ക് കാണിച്ചു കൊടുക്കുന്ന കണക്ക്, ചെലവായ പൈസ, ഇതിന്റെയൊക്കെ കണക്കാടാ. ഫൈനാൻസ് എടുത്ത പൈസ, എത്ര കെട്ടുണ്ട്, എത്ര വരുന്നുണ്ട്, എത്ര വരുമാനം ഉണ്ട് എന്ന് ഞാൻ എഴുതി വെക്കുന്ന കണക്കാടാ. എന്നെ പോലത്തെ കണക്ക് നിനക്ക് ഉണ്ടാ നാറിയ ചേട്ടാ. ഇനി നിനക്ക് അങ്ങനെ കണക്കാണുണ്ടാവും. 2000-3000 സമ്പാദിക്കാൻ നീ കഞ്ചാവ് അടിക്കല്ലടാ നാറിയ. നീ ഉണ്ടാക്കണത് നീ കഞ്ചാവ് അടിക്കല്ലാടാ. ഇതാ ഷാജിന്റെ പണ്ടത്തെ ബുക്കാടാ, കണക്ക് ബുക്ക്. എല്ലാ തെളിവ് അതിലുണ്ടാ. എല്ലാ തെളിവും എൻ്റെ ഗൂഗിൾ പേയിലും ഉണ്ട്. നിന്റെ ഷാജിയേട്ടൻ പറഞ്ഞ ഒരു നാറി അവിടെ ഏജന്റ് ഉണ്ടെങ്കിൽ അവന്റെ തെളിവ് അവൻ്റെ ഉണ്ട്. അവൻ പിന്നെ കള്ളുടിയാൻ നിങ്ങളുടെ കൂടെയും ചേർന്നിട്ട് കള്ളുടിക്കണവനാണ് അവൻ. അത് വേറെ കഥ. അവൻ ഫോൺ അടിച്ചാലും എടുക്കണില്ല. നിങ്ങളുടെ കൂടെ മറ്റേ കമ്പനിക്ക് നിൽക്കണവനാണല്ലോ. അതുകൊണ്ട് പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നീ ഇനി എനിക്കിട്ട് കണ്ടന്റ് ഉണ്ടാക്കി തെളിവുണ്ടാക്കാൻ വന്ന് പറഞ്ഞ നിന്റെ കൊല്ലപ്പണി ഞാൻ കഴിക്കും. ഞാനാവുന്നത് നിന്നെ വിടുന്നുണ്ട്. ആ തള്ളനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ വിടുന്നത്. തന്തേ ചത്തു ഒടുങ്ങി ആ തള്ളെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിട്ടുവെക്കണത്. നീ പറയുന്നോറും നിനക്ക് ഞാൻ തന്നോണ്ടേ ഇരിക്കും. വെറുതെ എന്റെ പിന്നാലെ നടക്കണ്ട. ഞാൻ വിട്ട കേസാണ്. എൻ്റെ അനിയന്മാർക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് വാങ്ങാൻ അറിയും. നീ ആരടാ ഇടയിൽ ഇടപെടാന്? നീ ആരടാ ഗൾഫിലേക്ക് വിളിച്ച് എടാ 4 പ്രാവശ്യം ഗൾഫ് പോയില്ലടാ മൈര നീ. എന്നിട്ട് എടാ നീ നിന്നില്ല? എങ്ങനെയാടാ നീ നിക്കില്ല? നിന്റെ ക്യാരക്ടറിന് നിനക്ക് ഒരു പണി സെറ്റ് ആവില്ല. നീ ഏത് മുതലാളിയുടെ അടുത്ത് നിൽക്കില്ല. കാരണം ചെറ്റ ക്യാരക്ടറാണ്. ചെറ്റ ക്യാരക്ടർ പറഞ്ഞാൽ ഇമാരി ചെറ്റ ഭൂലോക ചെറ്റനെ ഞാൻ കണ്ടിട്ടില്ല. ഇമാരി ചെക്കനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ഭൂലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. അമ്മാരി ചെറ്റാണ്. 10-24 വയസ്സായി കളവൻ നാറി ചെറ്റയ്ക്ക് 10-24 വയസ്സായി. എന്നിട്ടും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ചെറ്റ ചെറ്റ. പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കാണ്ട് നടന്ന നാറി. ആ കാതർക്ക മരിക്കണ വരയ്ക്കും ആ കുടുംബത്തിനെ നോക്കി പൊന്നു പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ നാറി ആ കുടുംബത്തിനെ കുളം തോണ്ടും. പിന്നെ നിന്റെ അമ്മായിമാർക്കും നിന്റെ ആപ്പാന്റെ ആപ്പാക്കും നിന്റെ ബാക്കിയുള്ളവർക്കുള്ള ചരിത്രമൊന്നും ഷാജിക്കും ഷാജിന്റെ കുടുംബത്തിനും ഇല്ലടാ. പിന്നെ നിന്റെ തള്ളനില്ലേ, നിന്റെ പീവാത്ത തള്ളനി അഴിച്ചിട്ടാണ്ട് കാണിച്ചു കൊടുക്കുക. നല്ല കാശ് സമ്പാദിക്കാം നിനക്ക്. നല്ല അടിപൊളിയായിട്ട് കാശ് സമ്പാദിക്കാം. നിന്റെ അമ്മായിമാര് കാശ് ഉണ്ടാക്കണ പോലെ നിനക്കും നിന്റെ വീട്ടിൽ കാശ് ഉണ്ടാക്കാം ട്ടാ. നീ അവിടെ കഞ്ചാവ് അടിച്ചിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ കടന്നാൽ മതി. അവർ കാശ് ഉണ്ടാക്കി തരും. എന്നിട്ട് നീ അതിൽ കഞ്ചാവ് അടിച്ച് നടക്കിട്ടാ. നീ എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കിയിട്ട് കഞ്ചാവ് അടിക്കണ്ട. കള്ളപ്പന്നി എനിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നവൻ. രാവിലെ തന്നെ അവൻ ഇറങ്ങിയിരിക്കുന്ന അപ്പം ഷാജിയുടെ നിന്റെ അമ്മായിമാരുടെ അപ്പം വിറ്റിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നത് പണ്ട്. നിന്റെ അമ്മായിമാരെ അപ്പം ഉണ്ടാക്കി എല്ലാ വീടുകളിലും നിരങ്ങണതും ഗൾഫ് പോയി കുട്ടി ഉണ്ടാക്കിയിട്ട് വന്നത് നിന്റെ അമ്മായിടാ, എൻ്റെ അമ്മായി അല്ലടാ. ഞങ്ങൾക്ക് അന്തസ്സുള്ള കെട്ടിക്കൊടുത്തിട്ട് അവന്മാർക്ക് കുട്ടി ഉണ്ടാക്കിയ ആൾക്കാരാണടാ. വേണമെങ്കിൽ നീ ടെസ്റ്റ് ചെയ്തറാന്ന് അറിയേ. നിന്റെ അമ്മായിമാരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേ. എത്ര എണ്ണ ഏതിലൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ തന്നെ അന്തം വിടും. അങ്ങനെ ഉണ്ടായതല്ലടാ. നിന്നെ